ഗർ ഇൻസ്പയർഡ് ബൈ ട്രൂ ഇവന്റ്സ്. കുഞ്ചാക്കോ നായകനായി ജയ് കെ സംവിധാനം ചെയ്യുന്ന സിനിമ. ജയ് കെ തന്നെയാണ് സ്റ്റോറി എഴുതിയിരിക്കുന്നത്. ജയ് കെയും പ്രവീണും ചേർന്നിട്ടാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. സുരാജ് വെഞ്ഞാറമ്മൂട്, അലൻ സിയർ, രാജേഷ് മാധവൻ, അനഘ, ശ്രുതി, അങ്ങനെ കുറെ ആക്ടേഴ്സ് പടത്തിലുണ്ട്. പ്രധാന കഥാപാത്രമായിട്ടുള്ള കള്ളുകുടിയൻ, അതായത് ഈ കൂട്ടിലേക്ക് ചാടുന്ന കഥാപാത്രം ചെയ്തിരിക്കുന്നത് കുഞ്ചാക്കോ ബോബനാണ്. പുള്ളി അത്യാവശ്യം നന്നായിട്ട് ഈ പരിപാടികൾ വെറുപ്പിച്ചിട്ടുണ്ട്. പുള്ളിക്ക് ചേരാത്തൊരു പരിപാടിയാണ്. വെള്ളമടിച്ച് കാണിക്കുന്ന പരിപാടികളൊക്കെ എനിക്ക് പക്ക കോമാളിത്തരമായിട്ടാണ് തോന്നിയത്. സൂരാജ് ഏട്ടന് കുറച്ചുകൂടെ സ്പേസ് കൊടുത്തില്ലെങ്കിൽ പുള്ളി എന്തെങ്കിലുമൊക്കെ പരിപാടിയിൽ കാണിച്ചേനെ എന്ന് എനിക്ക് ഒരു ഫീൽ വന്നു. കാര്യം ഉള്ള സമയത്ത് പുള്ളി അടിപൊളിയായിരുന്നു. ശ്രുതിക്കും അനഘയ്ക്കും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അതിൽ അനഘയ്ക്ക് ഒന്നും ചെയ്യാനില്ല. ശ്രുതിക്ക് കുറച്ച് പരിപാടികളും ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. അത് പുള്ളിക്കാരി അത്യാവശ്യം മര്യാദയ്ക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ പിഷാരടി അങ്ങനെ തന്നെ കുറഞ്ഞുള്ള കുറെ കോമഡി ആർട്ടിസ്റ്റുകളൊക്കെ നിരത്തി നിർത്തി ഇവർ കുറെ കോമഡി കാണിക്കാൻ ശ്രമിച്ചെങ്കിലും അത് അമ്പേ പരാജയപ്പെട്ടു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫാമിലി ഡ്രാമ പരിപാടികൾ നോക്കി, അത് വർക്കൗട്ട് ആയില്ല. കുറച്ച് വില്ലൻ പരിപാടികൾ, ആക്ഷൻ പരിപാടികളൊക്കെ ചെയ്യാൻ നോക്കി, അത് റെഡി ആയിട്ടില്ല. ഈ സിംഹ കൂട്ടിക്കിടന്ന് കാണിക്കുന്ന കുറച്ച് പരിപാടികളിൽ കോമഡി കാണിക്കാൻ നോക്കിയിട്ട് അതും വർക്കായില്ല. പിന്നെ പെട്ടെന്ന് തന്നെ അതിൽ നിന്നും ചൂട് മാറ്റിയിട്ട് കുറച്ച് സീരിയസ് ആക്കാം, കുറച്ച് ത്രില്ലടിപ്പിക്കാം എന്ന രീതിയിൽ ഇവര് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, അതും വർക്കായില്ല. അങ്ങനെ മൊത്തത്തിൽ സിനിമ വർക്കായില്ല. സുരാജേട്ടനും കുഞ്ചാക്കോനും ഒക്കെ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ സാധാരണ മലയാള പ്രേക്ഷകർ അല്പമൊക്കെ ഒന്ന് പ്രതീക്ഷിക്കും. അപ്പൊ ഇവരോട് കഥ പറയുമ്പോൾ ഈ ഇങ്ങനെ കൂട്ടിൽ ചാടിയ ഒരു 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 മദ്യപാനി, ആ മദ്യപാനിയുടെ റോള് കുഞ്ചാക്കോകൻ ചെയ്യുന്നു. അതിനെ പിടിച്ചു മാറ്റാനുള്ള കഥാപാത്രം ചെയ്യുന്നത് സുരാജ് വെഞ്ഞാറമ്മൂടാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഗുമ്മൊക്കെ ഉണ്ട്. അയാൾ ഇതിലേക്ക് ചാടാൻ പ്രേരിപ്പിച്ച കാര്യം എന്താണ്, അത് ഇവർ വർക്ക് ചെയ്തതാണ് വളരെ മോശമായി പോയത്. അത് ഒട്ടും കൺവിൻസിങ് ആയിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. ഇവർ പല പോയിന്റുകൾ പലതായിട്ട് പല സ്ഥലങ്ങളിൽ പല പ്രശ്നങ്ങളായിട്ടൊക്കെ വെച്ച് കാണിച്ച് ഒരു വേറൊരു മൂഡ് പിടിക്കാന്നൊക്കെ വിചാരിച്ച സാധനങ്ങൾ ടോട്ടലി ഫ്ലോപ്പ് ആയതുപോലെയാണ് തോന്നിയത്. അടുത്തിടയ്ക്ക് കണ്ട മോശം സിനിമകളുടെ ലിസ്റ്റിൽ തന്നെയാണ് കയറിയിട്ടിരിക്കുന്നത്. ഇതിന്റെ കൂടെ വേറെ സിനിമകളുണ്ട്. വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി, നാദർഷക സംവിധാനം ചെയ്ത, അതിന്റെ റിവ്യൂ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഈ സിനിമ എനിക്ക് ഒട്ടും വർക്കായില്ല. ഒരു സ്ഥലത്തൊരു ചിരിയോ കാര്യങ്ങളോ ത്രില്ലോ പരിപാടികളോ ഒന്നും കണ്ടിട്ടില്ല. ഈ സിനിമ തീരുന്നില്ല. അതാണ് ഈ സിനിമയുടെ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ സിനിമ നിങ്ങളാരും കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കേൾക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. അപ്പം ഓക്കെ.